ഞാൻ ശരിക്കും ഒരു മെഡിസിൻ വാങ്ങാനായിട്ട് ഇവിടെ നിന്ന സമയത്താണ് ഉമ തോമസിനെ കൊണ്ടുവരുന്നത്. ആ നിലവിളിയൊക്കെ കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ നെറ്റിയുടെ ഭാഗത്തും ചെവിയുടെ ഈ ഭാഗത്തും ഒക്കെ നല്ല മുറിവുണ്ട്, രക്തം വാർന്നു വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കോൺഗ്രസിൻ്റെ 1-2 പ്രവർത്തകരും ഈ സംഘാടകരുമാണ് കൂടെ വന്നത്. അതിനുശേഷം അകത്തേക്ക് കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ അവർ സർജറിയുടെ റൂമിലേക്ക് കയറ്റി. അപ്പോൾ ഉമ തോമസ് ആക്ച്വലി ആ സമയത്ത് അൺകോൺഷ്യസ് ആണ്. അപ്പോൾ ഇപ്പോൾ അവിടെ CT സ്കാനിന് വേണ്ടി കയറ്റിയിരിക്കുകയാണ്. CT സ്കാനിന് വേണ്ടി അകത്തേക്ക് കയറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ന്യൂറോ സർജൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചെവിയുടെ ഭാഗത്തുള്ള മുറിവ് അല്പം വലിയൊരു മുറിവ് തന്നെയാണ് ഈ ഭാഗത്തായിട്ടും നെറ്റിയിലും മൂക്കിൻ്റെ ഈ പോർഷനായിട്ടുള്ളത്. എന്താണെങ്കിലും ഇവിടെ തന്നെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുകയാണെന്നാണ് സംശയിക്കുന്നത്. എന്താണെങ്കിലും ന്യൂറോ സർജനും ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇല്ല, അങ്ങനെ സംസാരം ഉണ്ടായിരുന്നു. അതിൽ CT സ്കാൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ എൻ്റെ തീരുമാനത്തിലേക്ക് വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അതെ. അല്ല, ഇവിടുത്തെ ന്യൂറോ സർജനും എല്ലാം എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ന്യൂറോ സർജനും ഫിസിഷ്യനും എല്ലാവരും അകത്ത് തന്നെയുണ്ട്. പിന്നെ നേതാക്കളായിട്ട് ബെന്നി ബെഹനാനകത്തുണ്ട്, അതുപോലെ ദീപ്തി മേരി വർഗീസ് അകത്തുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും ഞാൻ കാണുന്ന സമയത്ത് കോൺഷ്യസ് അല്ല. ഒരുപാട് രക്തം വാർന്നു പോയിട്ടുണ്ട്. അല്ല, ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ചാണ് കാണുന്നത്. ഹോസ്പിറ്റലിൽ ഞാൻ മെഡിസിൻ മേടിക്കുന്ന സമയത്ത് ഈ അദ്ദേഹത്തിന്റെ ഇതിലേക്കാണ് കൊണ്ടുപോകുന്നത്. എമർജൻസി എക്സിറ്റ് കൂടെയാണ് കൊണ്ടുപോകുന്നത്. അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഞാനിത് കാണുന്നത്. പെട്ടെന്നാണ് ഉമാ തോമസ് ആണെന്ന് പറയുന്നതും. ആ സമയത്ത് ആ സംഘാടകർ മാത്രമേ 3-4 പേര് കൂടെയുള്ളൂ. കോൺഗ്രസിന്റെ 1-2 പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഉടൻ തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ എല്ലാ ആൾക്കാരും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് ബൈജു കൊട്ടാരക്കരയാണ് ഉമാ തോമസ് MLA നേരിട്ട് കണ്ടത്. ആ സമയത്ത് നെറ്റിക്കും ഒപ്പം ചെവിയുടെ ഭാഗത്തും മൂക്കിൻ്റെ ഭാഗത്തും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ബൈജു കൊട്ടാരക്കര പറഞ്ഞത്. ന്യൂറോ സർജൻ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. CT സ്കാൻ ചെയ്യുകയാണ്. ആശുപത്രിയിൽ കൊണ്ടുവരുന്ന സമയത്ത് അബോധാവസ്ഥയിലായിരുന്നു എന്നാണ് ബൈജു കൊട്ടാരക്കര പറയുന്നത്. ആശുപത്രിയിൽ ഡോക്ടർ പരിശോധിച്ച് തുടങ്ങിയപ്പോൾ പ്രതികരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ CT സ്കാനിന് കയറ്റിയിരിക്കുകയാണ്. CT സ്കാൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്താണ് നില എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. ഏകദേശം 20ഓളം അടി ഉയരത്തിൽ നിന്നാണ് ഉമാ തോമസ് മുകളിലെ ഗാലറിയിൽ നിന്ന് താഴേക്ക് വീണതും മുഖമടച്ചാണ് കരിങ്കല്ല് പോലത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് വീഴുന്നത്. അതുകൊണ്ട് തന്നെ പരിക്ക് ഗുരുതരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തലയ്ക്ക് നെറ്റിയുടെ ഭാഗത്തും ചെവിയുടെ ഭാഗത്തും മൂക്കിൻ്റെ ഭാഗത്തും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവിടെ മുറിവേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ മൂക്കിൻ്റെ ആ ഭാഗത്തുള്ള അസ്ഥിക്കും പൊട്ടലുണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അലി അക്ബർ ഷാ ചേരുന്നുണ്ട്. അലി അക്ബർ ഷാ, ബൈജു പറഞ്ഞതിൽ നിന്ന് ആ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അൺകോൺഷ്യസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. CT സ്കാനിന് ശേഷം മാത്രമേ നമുക്ക് ആരോഗ്യനിലയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയൂ, അല്ലേ അലി അക്ബർ ഷാ? തീർച്ചയായും അരുൺ, നമ്മൾ ഈ അപകട സ്ഥലത്തു നിന്നും ആളുകളോട് പ്രതികരിക്കുമ്പോഴാണ് അവർ പറഞ്ഞതനുസരിച്ച് ഈ അപകടത്തിൽ നടന്ന് പരിക്കുകളോടുകൂടി ഉമാ തോമസ് MLA എടുക്കുമ്പോൾ ഉമാ തോമസ് MLAക്ക് ബോധമുണ്ടായിരുന്നു. സംസാരിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ കൂടി ഉമാ തോമസ് MLAക്ക് ബോധമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബൈജു കൊട്ടാരക്കര സംസാരിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് MLA എത്തിക്കുമ്പോൾ MLA ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ MLAക്ക് ബോധമുണ്ടായിരുന്നില്ല, കോൺഷ്യസ് ആയിരുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ CT സ്കാനിന് കയറ്റുന്ന ഘട്ടത്തിലും അദ്ദേഹം ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴും സ്കാനിങ്ങിന് കയറ്റുമ്പോഴും MLAക്ക് ബോധമുണ്ടായിരുന്നില്ല എന്നും ബൈജു കൊട്ടാരക്കര വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ഈ വലിയ രീതിയിൽ രക്തം വാർന്നു പോയിട്ടുണ്ട്. വലിയ രീതിയിൽ തലയിൽ നിന്നും ഈ പരിക്കിൽ നിന്നും രക്തം വാർന്നു പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ അവരും ഒരു ആശങ്കയായി പങ്കുവച്ച വിവരം ഈ രക്തം ഒരുപാട് വാർന്നു പോയിട്ടുണ്ട് എന്നത് തന്നെയാണ്. കാരണം ഈ തലയിലേറ്റ മുറിവ് അത് ആഴത്തിലുള്ളതാണ്. ചെവിയോട് ചേർന്ന് തലയിലേറ്റിരിക്കുന്ന മുറിവ് അത് ആഴത്തിലുള്ളതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ CT സ്കാനിന് വേണ്ടി MLA കയറ്റിയിരിക്കുകയാണ്. ഈ CT സ്കാനിൽ മാത്രമേ ഈ തലയിലേറ്റിരിക്കുന്ന പരിക്കിന്റെ ആഴം അതുമായി അതിന്റെ ഗുരുതരാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് മാത്രമായിരിക്കും ഇനി ആശുപത്രിയിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറ്റേണ്ടതുണ്ടോ എന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാ ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ നമ്മുടെ ലിബി സജീന്ദ്രനും അവിടെ എത്തിയിട്ടുണ്ട്. ലിബി സജീന്ദ്രൻ, ബെന്നി ബെഹനാനും ദീപ്തി മേരി വർഗീസും അടക്കമുള്ളവർ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. ഹൈബിയുടനും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CT സ്കാനിന് ഇപ്പോൾ വിധേയമാക്കുകയാണ്. CT സ്കാൻ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയുകയുള്ളൂ.